ഒരു കാലഘട്ടത്തിൽ ഡോക്ടേഴ്സിനെ എല്ലാം അത് ദൈവത്തിൻ്റെ പര്യായമായിട്ട് ഒരു ഡിവൈനായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്താണ് ഇവിടെ വന്ന മാറ്റം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ ചികിത്സ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണോ? ഉത്തരം നിങ്ങൾ പറയുന്നു ഐദർ ഒന്നുകിൽ യെസ് അതല്ലെങ്കിൽ നോ. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞുപോയ ഒരു ജനറേഷൻസിനകത്തോട്ട്, ഒരു കാലഘട്ടത്തിലോട്ട് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ്. നമുക്ക് ആദ്യം നടന്നത് അഗ്രികൾച്ചറൽ ഏജ് ആണ്. അന്ന് നമ്മൾ കൃഷി ചെയ്തിരുന്നു. ഈ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ പ്രൊഡക്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് അന്ന് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിച്ചു. ആ കാലഘട്ടത്തിലുള്ള നമുക്ക് കിട്ടിയിരുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ചാരിറ്റി ഓറിയന്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻഡസ്ട്രിയൽ ഏജിലോട്ട് മാറി, മെഷീൻ ലോകത്തോട്ട് മാറി. അതോടുകൂടി ഇത് ചാരിറ്റി മാത്രമല്ല, ചാരിറ്റി പ്ലസ് ബിസിനസ് ആയി മാറി. ആം ഐ റൈറ്റ്? പക്ഷേ ഡിജിറ്റൽ എറ വന്നതോടുകൂടെ എന്ത് സംഭവിച്ചു? ഇറ്റ് ബിസിനസ് ആയി മാറി പൂർണ്ണമായിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, ബിസിനസ് വിത്ത് എത്തിക്സ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അറ്റ് പ്രസന്റ് ഡിഡ് യു ഫീൽ എത്തിക്സ് ഇൻ ട്രീറ്റ്മെന്റ്? ഈ കാലഘട്ടത്തിൽ 100% എത്തിക്സ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കാരണം എന്താണ്? ഇറ്റ് ബിക്കം എ ബിസിനസ്. ആൻഡ് ആസ് എ ഡോക്ടർ വി ആർ എ പാർട്ട് ഓഫ് എ സിസ്റ്റം, എ ബിസിനസ് പീപ്പിൾ. ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു സ്റ്റാഫായി അധപ്പതിച്ചു പോയി ആര്? ബിഷപ്പ് ഗുരാൻ. അതുകൊണ്ടാണ് ഇത് ചാരിറ്റിയിൽ നിന്ന് ബിസിനസ്സിലോട്ടായി മാറിയത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ബിസിനസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹെൽത്ത് അവതാളത്തിലാവും. താങ്ക് യു. ആം ഡോക്ടർ അലി, അരിമ്രാസ് ഡെന്റൽ ക്ലിനിക്.com. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, ഡോക്ടർ അലി അരിമ്രാസ് ഡെന്റൽ ക്ലിനിക്.com, മേലാറ്റൂർ.